ഡിജിറ്റൽ സിനിമയുടെ ഈ കാലത്തും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി, ഓപ്പൺഹൈമർ തുടങ്ങിയ പടങ്ങളൊക്കെ ഐമാക്സ് സിനിമകളാണെന്ന് നമുക്കറിയാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, അവതാർ ഒക്കെ പോലെ ഡിജിറ്റൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഐമാക്സ് അല്ല. ഒറിജിനൽ ഐമാക്സ് ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഐമാക്സ് സിനിമകളാണ് ഓപ്പൺഹൈമറും ഒഡീസിയും ഒക്കെ. പണ്ട് കാലത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ എഡിറ്റ് ചെയ്യുന്നത് ഫിലിമിനെ തന്നെ വെട്ടിമുറിച്ചും ഒട്ടിച്ചു ചേർത്തും ഒക്കെയാണ്. ഇതെല്ലാം എഡിറ്റർ തൻ്റെ സ്വന്തം കൈകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഇന്നത്തെ കാലത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്തത്, പ്രത്യേകിച്ചും ഐമാക്സ് ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞുതരാം. ഒറിജിനൽ ഐമാക്സ് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ അങ്ങേയറ്റം കോംപ്ലക്സ് ആയിട്ടുള്ളതും ഭയങ്കര ചെലവ് വരുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്തരം സിനിമകളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഷൂട്ട് ചെയ്ത ശേഷം ഈ ഫിലിമിനെ ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവ് ആക്കി മാറ്റണം. അതിനുശേഷം ഈ ഫിലിമിനെ സ്കാൻ ചെയ്ത് അതിലെ ചിത്രങ്ങളെ ഡിജിറ്റൽ വീഡിയോ രൂപത്തിലേക്ക് മാറ്റുന്നു. സാധാരണ 2K അല്ലെങ്കിൽ 4K റെസൊല്യൂഷനിൽ മാത്രമാണ് ഇത്തരം സ്കാൻ നടക്കുക. ഫിലിമിൻ്റെ ഓരോ ഫ്രെയിമിലും യുണീക്കായ ഒരു കീ കോഡ് കൊടുത്തിട്ടുണ്ടാവും. സ്കാൻ ചെയ്തെടുത്ത വീഡിയോയിലും ഫിലിമിലുള്ള അതേ കീ കോഡുകൾ ഉപയോഗിച്ച് സിങ്ക് ചെയ്യുന്നു. അതായത് ഫിലിമിലെ ഒരു 10ാമത്തെ ഫ്രെയിമിനെയും സ്കാൻ ചെയ്തെടുത്ത വീഡിയോയിലെ 10ാമത്തെ ഫ്രെയിമിനെയും ഒരൊറ്റ കോഡ് കൊണ്ട് സൂചിപ്പിക്കുക എന്നർത്ഥം. അതിനുശേഷം സാധാരണ ഡിജിറ്റൽ സിനിമകൾ എഡിറ്റ് ചെയ്യുന്ന പോലെ സ്കാൻ ചെയ്ത ഡിജിറ്റൽ വീഡിയോ ഫയലിനെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നു. വീഡിയോയിൽ കട്ടുകൾ വന്നിട്ടുള്ള ഭാഗത്തെ കീ കോഡുകൾ ഉപയോഗിച്ച് അടുത്ത ഘട്ടത്തിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഫിലിം കട്ട് ചെയ്യുകയും ഷോട്ടുകൾ ഒട്ടിച്ചു ചേർക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഫിലിമിനെ ഫുൾ റെസൊല്യൂഷനിൽ സ്കാൻ ചെയ്ത് എഡിറ്റ് ചെയ്തുകൂടെയെന്ന്. പക്ഷേ ഒരു ഫിലിം ഫ്രെയിമിൽ നിന്ന് കിട്ടുന്നത് ഏകദേശം 18K റെസൊല്യൂഷൻ വരുന്ന ഒരു ഇമേജാണ്. അത്രയും വലിയൊരു ഫൂട്ടേജ് റൺ ചെയ്യാൻ മാത്രം പവർഫുൾ ആയ ഒരു കമ്പ്യൂട്ടർ നമുക്കില്ല. അറ്റ്ലീസ്റ്റ് അത് എഡിറ്റിംഗ് ടേബിളിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് 4K ഫിലിം സ്കാനുകൾ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ പ്രോക്സി എഡിറ്റിങ്ങിനെ പറ്റി അറിയാമായിരിക്കും. അതുതന്നെയാണ് മറ്റൊരു രീതിയിൽ ഇവിടെ ചെയ്യുന്നത്. സ്കാൻ ചെയ്തെടുത്ത ഈ 4K റെസൊല്യൂഷനുള്ള വീഡിയോ ഡിജിറ്റൽ റിലീസിന് വേണ്ടി പിന്നീട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഫിലിമിൽ ഷൂട്ട് ചെയ്ത വിഷ്വലുകളിൽ VFX ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫിലിമിലെ ഏതൊക്കെ ഷോട്ടുകളിലാണ് VFX വേണ്ടതെന്ന് തീരുമാനിച്ച ശേഷം ആവശ്യമുള്ള ഫ്രെയിമുകൾ മാത്രം 8Kയോ അതിലും ഉയർന്ന റെസൊല്യൂഷനിലോ സ്കാൻ ചെയ്യുന്നു. ഈ ഹൈ റെസൊല്യൂഷൻ വീഡിയോ ഫയലിൽ VFX സ്റ്റുഡിയോകളിലെ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നു. CGI ചെയ്ത് ഒരു ഹൈ റെസൊല്യൂഷനിൽ റെൻഡർ ചെയ്ത വീഡിയോ ഫയലിനെ പ്രത്യേകം ലേസർ റെക്കോർഡർ ഉപയോഗിച്ച് ഒരു പുതിയ ഫിലിമിൽ റീറെക്കോർഡ് ചെയ്യുന്നു. ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ ബ്ലാക്ക് ഹോളിന്റെ CGI ഷോട്ടുകൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ അഡീഷണലായി സിനിമയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ശേഷം എഡിറ്റിംഗ് ലോക്ക് ചെയ്യുന്നു. എഡിറ്റിംഗ് ലോക്കായി കഴിഞ്ഞാൽ സിനിമയെ 2 വ്യത്യസ്ത ഫോർമാറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന്, 70mm ഫിലിം പ്രൊജക്ഷനുള്ള തിയേറ്ററുകളിലേക്ക് ഫിലിം പ്രിന്റുകൾ ഉണ്ടാക്കണം. രണ്ടാമത്തേത്, ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ സിനിമാ സ്ക്രീനുകളിലേക്ക് സിനിമയുടെ ഡിജിറ്റൽ കോപ്പി ഉണ്ടാക്കണം. ഇതിൽ ഫിലിം പ്രിന്റുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് പറയാം. ഒറിജിനലായി ഷൂട്ട് ചെയ്ത ഫിലിമിനെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടിയ കീ കോഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഫ്രെയിമുകളിൽ കട്ട് ചെയ്യുകയും മറ്റ് ഷോട്ടുകളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. 2 ഫിലിം പീസുകളെ ചേർത്തൊട്ടിക്കുന്ന പ്രോസസ്സിന് സ്പ്ലൈസിംഗ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഫിലിമിലെ കളറുകളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കളർ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. സിനിമയിലെ എല്ലാ ഷോട്ടുകളിലും കളർ ബാലൻസ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഫൈനൽ കട്ട് നെഗറ്റീവ് കോണ്ടാക്ട് പ്രിന്റിങ്ങിലൂടെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ പുതിയൊരു ഫിലിം സ്റ്റോക്കിൽ കോപ്പി ചെയ്യുന്നു. ഫിലിം പ്രൊജക്ഷന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഇവിടെ അവസാനിക്കും. ഫിലിം റോളുകൾ ഐമാക്സിന്റെ ഫിലിം പ്രൊജക്ഷൻ ഉള്ള 70mm തിയേറ്ററുകളിലേക്ക് എത്തിക്കും. ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ ഫിലിമിന്റെ നീളം ഏകദേശം 18 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഐമാക്സ് സിനിമകളുടെ പ്രത്യേകത അതിന്റെ ഫിലിമിൽ ശബ്ദം രേഖപ്പെടുത്താനുള്ള സൗകര്യമില്ല. സിനിമയുടെ ശബ്ദം ഡിജിറ്റൽ ഫോർമാറ്റിൽ സെപ്പറേറ്റ് ട്രാക്ക് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. 70mm ഐമാക്സ് തിയേറ്ററുകളിൽ പ്രൊജക്ടറിൽ ഫിലിം റൺ ചെയ്യുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് സൗണ്ട് സിസ്റ്റം വഴി ശബ്ദം പ്ലേ ആവുന്നു. ഐമാക്സ് സിനിമകളുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ ട്യൂണിംഗ് പോലും ഐമാക്സ് കമ്പനിയുടെ സിഗ്നേച്ചർ ആണെന്നത് ശ്രദ്ധേയമാണ്. ഇനി ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് സിനിമ എത്തിക്കാനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. എഡിറ്റിംഗ് ലോക്ക് ചെയ്ത സിനിമയെ ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഫിലിമിലെ ഗ്രെയിൻ സ്ട്രക്ചർ അനലൈസ് ചെയ്തുകൊണ്ട് അല്പം ഷാർപ്പ്നെസ് ഒക്കെ കൂട്ടി ക്ലീനപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഡിജിറ്റൽ സ്ക്രീനിൽ കാണുമ്പോഴും ഫിലിമിൽ ഷൂട്ട് ചെയ്ത ഒരു ഫീൽ നിലനിർത്തിക്കൊണ്ട് എന്നാൽ ഡിജിറ്റലിൻ്റെതായ ഗുണങ്ങൾ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഐമാക്സ് കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് DMR അഥവാ ഡിജിറ്റൽ മീഡിയ റീമാസ്റ്ററിംഗ്. DMR ചെയ്ത ഫൂട്ടേജ് കളർ ഗ്രേഡിംഗ് ചെയ്യാൻ കൊടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സിനിമയെ ലേസർ ഐമാക്സിലേക്കും ഡോൾബി സിനിമ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ സാധാരണ DCP ഫോർമാറ്റിലേക്കൊക്കെ മാറ്റുന്നത്. ഒറിജിനൽ 70mm ഐമാക്സിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ആ അനുഭവം? ഫിലിമാണോ ഡിജിറ്റലാണോ ഏറ്റവും മികച്ചത്? ഇതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.